ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമ്മളിന്ന് 9th സ്റ്റാൻഡേർഡിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ SCRT അവരെ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാമിൻ്റെ പാറ്റേണിനോട് ഒരു ഫെമിലാരിറ്റിയും കിട്ടും. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലൂടെ ഉള്ളൊരു റിവിഷൻ ആവും. ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊരു പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. സോ 4 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ABCD. അതിൽ ആദ്യത്തെ സെക്ഷൻ എയിലെ ഒരു മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ ഒബ്സർവിംഗ് ദ ഇമേജ് ഓഫ് എ ലൈറ്റ് റേ ഫോളിംഗ് പെർപെൻഡിക്കുലർലി ഫ്രം മീഡിയം 1 to medium 2, choose and write the correct answer related to the following statements. സോ മീഡിയം 1 നിന്ന് 2 ഒരു റേ വരുന്നുണ്ട്. നമുക്കറിയാം അത് റിഫ്രാക്ട് ചെയ്യും. 2 ഡിഫറെൻറ്റ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ റിഫ്രാക്ട് ചെയ്യും. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ റിഫ്രാക്ട് ചെയ്യും. സോ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിലേതൊക്കെയാണ് കറക്റ്റ് ചെയ്യുന്നത് പറയുന്നത്. ഓൾസോ ഇത് പെർപെൻഡിക്കുലർലി ആണ് എന്താണ് റേ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി 90 ഡിഗ്രി. സോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിലോട് നോക്കുമ്പോൾ മനസ്സിലാവും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രയൊക്കെയാണെന്നാണ് നമുക്കറിയേണ്ടത്. സോ നമുക്കറിയാം ഒരു മീഡിയം ഉണ്ട്. മീഡിയത്തിൽ ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണെന്നുണ്ടെങ്കിൽ മീഡിയം 2ൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് ടുവേർഡ്സ് നോർമലിലോട്ട് റിഫ്രാക്റ്റ് ചെയ്യും നമുക്കറിയാം. അല്ലാന്നുണ്ടെങ്കിലോ മീഡിയം 2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെന്നുണ്ടെങ്കിലോ അത് നോർമലിൽ നിന്ന് ഇറ്റ് വിൽ റിഫ്രാക്റ്റ് അവേ ഫ്രം ദ നോർമൽ എന്ന് നമുക്കറിയാം. സോ ഇതിൽ ഏതൊക്കെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും? ഇത് ഇൻസിഡൻറ്റ് റേ, ഇതാണ് ഇൻസിഡൻറ്റ് റേ നോർമലായിട്ടുള്ള ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ എന്ത് പറയുക? ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയാം. അതുപോലെ റിഫ്രാക്റ്റഡ് റേ അതിൻ്റെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ എന്ത് പറയാം? റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ ഇവിടെ എന്താ കേസ്? ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ റേ വരുന്നത്. സോ പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഇറ്റ് വിൽ ഫോളോ ദ പാത്ത്. റിഫ്രാക്ഷൻ നടക്കൂല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ എത്രയാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാടാ? നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 0 ആണ്. ഓൾസോ റിഫ്രാക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 0 ഡിഗ്രിയാണ് അല്ലേ? നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓക്കെ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇസ് കറക്റ്റ് ആണ്. രണ്ടും 0 ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി 90 ഡിഗ്രി. തെറ്റാണ്. 0 ആണത്. ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 0 ഡിഗ്രി. അത് കറക്റ്റ് ആണ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചേഞ്ച് ഹിയർ. ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ഓൾസോ ചേഞ്ച്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. രണ്ട് ഡിഫറെൻറ്റ് മീഡിയം ആണ്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറ്റിയാൽ എന്തായാലും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാറും. സോ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാ? 1, 3, 4 ആർ കറക്റ്റ്. സാഡ്ലി നമുക്ക് ആ ഒരു ഓപ്ഷന് ഇതിലില്ല. സോ 1, 3, 4 ആണ് കറക്റ്റ് ഓപ്ഷൻസ്. ആ ഒരു കറക്റ്റ് ഓപ്ഷൻ ഇതിലില്ല, പക്ഷേ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ റിലേറ്റഡ് ടു എ മിറാജ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് ഇൻ ഡെസേർട്സ് ആൻഡ് ഓൺ റോഡ്സ് അറ്റ് എ ഡിസ്റ്റൻസ് സൈറ്റ്സ് ദാറ്റ് അപ്പിയർ ലൈക്ക് വാട്ടർ ആർ സീൻ ആസ് എ റിസൾട്ട് ഓഫ് മിറാജ്. റീസൺ എന്താ കൊടുത്തിട്ടുള്ളത്? എ മിറാജ് ഈസ് ഫോം ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ എയർ ലേയേഴ്സ് ഹാവിംഗ് എ ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. എങ്ങനെയാണ് മിറാജ് ഉണ്ടാകുന്നത്? മിറാജ് റിഫ്രാക്ഷനും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിട്ടാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം. സോ ഇതാണ് റോഡ് എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ മിറാജ് ഉണ്ടാകുന്നത് നമുക്കറിയാം. റോഡിൽ ചൂട് സമയത്ത് അല്ലെങ്കിൽ ഉച്ച സമയത്തെല്ലാം റോഡിലെ ഹീറ്റ് അല്ലെങ്കിൽ റോഡിനോട് നിയർ ടു റോഡിലുള്ള അറ്റ്മോസ്ഫിയറിക് ലെയറിൻ്റെ ഹീറ്റ് കൂടുതലായിരിക്കും. അത് പെട്ടെന്ന് ചൂട് പിടിക്കും കമ്പയർഡ് ടു പിന്നെ ഇത് അറ്റ്മോസ്ഫിയറിൽ മുകളിലോട്ട് പോകുമ്പോഴുള്ള ലെയേഴ്സാണെന്ന് വിചാരിച്ചോ. സോ ഇവിടെയുള്ള ടെമ്പറേച്ചർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ എന്താവും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടുത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. അതുപോലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കുറയും. മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയും, ഡെൻസിറ്റി കൂടും. ഇനി ഇവിടെ ഒരു ട്രീ ഉണ്ടെന്ന് വെച്ചോ. ഇതിൽ നിന്നൊരു റേ വരുന്നേ. റേ വന്നിട്ട് എന്താവും? ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹയർ എന്നുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലോവറിലോട്ടുള്ള ഒരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഇറ്റ് വിൽ റിഫ്രാക്റ്റ് അവേ ഫ്രം ദ മീഡിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറ്റ് വിൽ റിഫ്രാക്റ്റ് അവേ ഫ്രം ദ മീഡിയം. അങ്ങനെ ഇതിങ്ങനെ ഓരോ ലെയേഴ്സിലൂടെ ഇങ്ങനെ പോകുമ്പോൾ റിഫ്രാക്ട് ചെയ്ത്
ഇവിടെയുള്ള ആൾക്ക് എന്ത് തോന്നൂടാ, ഇതൊരു കണ്ണാന്ന് വിചാരിച്ചോ. ഇവിടെയുള്ള ഒരാൾ നോക്കുന്നു. അപ്പോൾ ഇയാളിലോട്ട് എങ്ങനെ വരിക, റിഫ്രാക്ട് ചെയ്ത് വന്നിട്ട്. അപ്പോൾ ഇയാൾക്ക് ഈ ഒരു മരം റോട്ടിൽ റിഫ്ലക്ട് ചെയ്തിട്ട് അതുപോലെ തോന്നും. സോ സെയിം ഇങ്ങനെയാണ് എന്താണ് ഈ റിഫ്രാക്ഷനും ടോട്ടൽ ഇൻറ്റൻറ്റ് റിഫ്ലക്ഷനും ആയിട്ടുള്ള എന്താണ് എല്ലാം നടക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മളെന്ത് മിറാജ് നിന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇനി സ്റ്റേറ്റ്മെൻറ്റ് റീസൺ നോക്കുക. ഇൻ ഡെസേർട്സ് ആൻഡ് ഓൺ റോഡ്സ് അറ്റ് എ ഡിസ്റ്റൻസ് സൈറ്റ്സ് ദാറ്റ് അപ്പിയർ ലൈക്ക് വാട്ടർ ആർ സീൻ ആസ് എ റിസൾട്ട് ഓഫ് മിറാജ്. കറക്റ്റാണ്. നമ്മളിപ്പോൾ പറഞ്ഞു റീസൺ എന്താ, എ മിറാജ് ഈസ് ഫോം ഡ്യൂ ടു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് എയർ ലേസ് ഹാവിംഗ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. സോ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ട് അത് റിഫ്രാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും TR റിഫ്രാക്ഷനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, മിറാജ് ഉണ്ടാകുന്നത്. സോ സ്റ്റിൽ റീസണിൽ ഒരു റിഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. നമ്മൾ നമുക്ക് പറയാം അത് സ്റ്റേറ്റ്മെൻറ്റ് അസേഷനും റീസണും കറക്റ്റാണ്. റീസൺ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണെന്ന് നമുക്ക് പറയാം. കാരണം TIR റീസണിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു മാർക്കിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. സോ ഇൻ വൺ ഓഫ് ദ ഫോം ഇൻഫോർമേഷൻ ഹാസ് ബീൻ റോങ്ലി ക്ലാസിഫൈഡ്. ഇതിലേതാണ് റോങ്ലി ക്ലാസിഫൈഡ് എന്ന ചോദ്യം. മാൻഡേറ്ററി സൈൻ നോ പാർക്കിംഗ് നമുക്കറിയാം. കോസ്റ്റ് ഇത് ഈ പോലീസ് സ്റ്റേഷൻ തെറ്റാ. ഇതെന്താണ്, ഇത് ഒരു ഇൻഫോർമേറ്റീവ് സൈനാണ്. സോ ഇതാണ് റോങ്ലി ക്ലാസിഫൈഡ്. കറക്റ്റ് ഉത്തരം അതാണ്. ഇതാ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാനും വേണ്ടി കുറച്ച് പാട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊന്നും നോക്കണം. സോ പോലീസ് സ്റ്റേഷൻ ഒരു ഇൻഫോർമേറ്റീവ് സൈനാണ്, അതൊരു കോഷണറി സൈൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഇനേർഷ്യ ആർ കറക്റ്റ്. ഇനേർഷ്യ നമ്മൾ പഠിച്ചിട്ടാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നമ്മൾ ഇനേർഷ്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇനേർഷ്യ ഇസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്ട് ടു റെസിസ്റ്റ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എന്താടാ ഇനേർഷ്യ? ഇനേർഷ്യൻ്റെ ഡെഫിനിഷൻ ആണ് അത്. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പഠിച്ചിട്ടില്ലേ? എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, യൂണിഫോം മോഷൻ ഓർ റെസ്റ്റ് അൺടിൽ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. സോ അത് അതിൻ്റെ ഡെഫിനിഷനാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താടാ? എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഹാസ് നോ ഇനേർഷ്യ. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അത്. സ്റ്റേഷനറി ഒബ്ജക്റ്റിന് ഇനേർഷ്യ ഉണ്ട്. ആ ഇനേർഷ്യക്കാണ് നമ്മൾ എന്ത് പറയാം, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് നമ്മൾ പറയാം. നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് മുകളിൽ ഒരു പേപ്പർ വെച്ച് അതിന് മുകളിൽ ഒരു കോയിൻ വെച്ചിട്ട് ആ പേപ്പർ വലിക്കുമ്പോൾ ആ കോയിൻ എന്ത് ചെയ്യുന്നത്, ആ ഗ്ലാസ്സിലോട്ട് വീഴുന്നതായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. സോ അപ്പോൾ ആ കോയിൻ എന്താ ഉള്ളത്, ആ കോയിൻ ഉള്ളത് ഇനേർഷ്യ ഓഫ് റെസ്റ്റാണ്. ആ കോയിന് എപ്പോഴും അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ, ഹെവിയർ ഒബ്ജക്ട്സ് ഹാവ് മോർ ഇനേർഷ്യ ദാൻ ലൈറ്റർ വൺസ്. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ഒരു വേറൊരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു ബോട്ടിലെ കുറച്ച് സാൻഡ് എടുക്കുക, ഒരു ബോട്ടിൽ എന്തെടുക്കുക, ഒരു ബോട്ടിൽ എംറ്റി ആയിട്ട് എടുക്കുക, കാലി ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അത് ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് വലിച്ചാൽ എന്താവും, ആ സാൻഡിലുള്ള ബോട്ടിൽ അത് അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ ഈ എംറ്റി ആയിട്ടുള്ള ബോട്ടിൽ അത് മറിഞ്ഞു വീഴും. കാരണം എന്താ, സാൻഡിലുള്ള ബോട്ടിന് മാസ് കൂടുതലാണ് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാണ്. സോ അതിനെന്ത് സംഭവിക്കും, അതിന് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കൂടുതലാണ് അല്ലെങ്കിൽ അതിന് ഇനേർഷ്യ കൂടുതലാണ്. സോ ഹെവിയർ ഒബ്ജക്ട്സ് ഹാവ് മോർ ഇനേർഷ്യ ദാൻ ലൈറ്റർ വൺസ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ഒബ്ജക്ട് നമ്മൾ പറഞ്ഞു. സോ മാസും വെയിറ്റും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. അത് വെയിറ്റ് ഒരു ഫോഴ്സ് ആണ്, മാസ് ഒരു കോൺസ്റ്റൻറ്റ് സാധനമാണ്. അങ്ങനെല്ലാം നമ്മൾ ഗ്രാവിറ്റേഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഇവിടെ എന്ത് പഠിക്കാം, ഹെവിയർ അല്ലെങ്കിൽ മാസ് കൂടുതലുള്ള ഒബ്ജക്ട്സിന് ഇനേർഷ്യ കൂടുതലായിരിക്കും പഠിക്കാം. സോ സ്റ്റേറ്റ്മെൻറ്റ്സ് 1, 3, 4 ആർ കറക്റ്റ്. ഏതൊരു ഓപ്ഷൻ? ഓപ്ഷൻ ബി. ഇനി സെക്ഷൻ ബി ആ. സെക്ഷൻ ബിയിൽ എന്താടാ? സെക്ഷൻ ബിയിൽ നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 4 മീഡിയം തന്നിട്ടുണ്ട്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. ഓൾസോ ഒരു റേ ഡയഗ്രം തന്നിട്ടുണ്ട്. കെരോസിൻ വാട്ടറിലോട്ട് റേ പോകുന്നതായിട്ട്, ഒരു ലൈറ്റ് റേ പോകുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. സോ എ
A question എന്താടാ, in which medium will the speed of the light be the highest? Why? സ്പീഡ് ഓഫ് ലൈറ്റ് ഏത് മീഡിയത്തിലാണ്? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ ഏത് മീഡിയം ആണോ അതിലായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ. അതെന്തുകൊണ്ടാ? എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്താ? n=c/v. സി എന്താ? മീഡിയത്തിൽ വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് വിച്ച് ഈസ് ദ ടോപ്പ് സ്പീഡ് ഓഫ് ലൈറ്റ്. സോ = 3 × 10⁸ മീറ്റർ/സെക്കൻഡിലാണ് ലൈറ്റ് വാക്വത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത് നമുക്കറിയാം. സോ വി എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, ഇൻ ദാറ്റ് മീഡിയം. സോ വി നമുക്ക് എഴുതാം. സോ v = c/n എന്ന് എഴുതി കൂടെ. സോ സി ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ n കൂടുന്തോറും v ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ആണ്. n കൂടുന്തോറും v കുറയും. അല്ലെങ്കിൽ എത്രത്തോളം n കുറയുന്നോ n ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള മീഡിയത്തിലായിരിക്കും ലൈറ്റിൻ്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ. സോ മീഡിയം ഏതാണ്? ഇവിടെ ഏറ്റവും കുറവുള്ള മീഡിയം എയർ ആണ്. നമുക്കറിയാം 1.003 തന്നിട്ടുണ്ട്. ഓൾസോ വൈ എന്നുള്ളതിന് നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. പി കംപ്ലീറ്റ് ദ ഡയഗ്രാം ഓഫ് ലൈറ്റ് ഫാളിംഗ് ഫ്രം കെറോസിൻ ടു വാട്ടർ. ഇവിടെ തന്നിട്ടുണ്ട് കെറോസിൻ വാട്ടറിലോട്ട് പോകുന്നത്. സോ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? 1.33, കെറോസിൻ്റെ 1.44. സോ കെറോസിൻ ഒപ്റ്റിക്കലി ഡെൻസറാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒപ്റ്റിക്കൽ റയർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്താണ്ടാവുക? ഇറ്റ് വിൽ റിഫ്രാക്ട് ടുവേർഡ്സ് ദ നോർമൽ. ഇതിങ്ങനെ പോകുന്നത്. സോ അത് നോർമലിലോട്ട് റിഫ്രാക്റ്റ് ചെയ്യും. കാരണം സോറി ഇത് കെറോസിൻ ടു വാട്ടറാണ്. സോ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? കുറവാണ്. കെറോസിൻ എന്നാണ് വാട്ടറിലോട്ട് പോകുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് ഇറ്റ് വിൽ ഡിഫ്ലക്റ്റ് അവേ ഫ്രം ദ മീഡിയം. ഓക്കെ, ഞാൻ നേരത്തെ വരച്ചത് വാട്ടറിൽ നിന്ന് കെറോസിനിലോട്ടുള്ള ഡയഗ്രാം. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വരച്ചു കൊടുക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഗ്രാഫ്സ് ഗിവൺ ബിലോ, റൈറ്റ് ദ കറക്റ്റ് ആൻസർ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. 3 വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇനി എ ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാഫ്സ് റെപ്രസെൻറ്റ് മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി? ജസ്റ്റിഫൈ യുവർ ആൻസർ. യൂണിഫോം വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് യൂണിഫോം വെലോസിറ്റി അറിയുന്നത്. അതായത് വെലോസിറ്റി മാറുന്നേയില്ല. ഇതിൽ ഏത് ഒബ്ജക്റ്റാടാ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, അല്ലെങ്കിൽ ഫിഗർ 1. കാരണം എന്താ? ടൈം കൂടുമ്പോൾ നോക്കി എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസിൽ എന്താണ് വെലോസിറ്റിയാണ്. ഇങ്ങോട്ട് പോകുന്തോറും എൻ്റെ വെലോസിറ്റി മാറുന്നേയില്ല. അത് കോൺസ്റ്റൻ്റാണ്. വൈയിൽ ഒരു വ്യത്യാസം വരുന്നില്ല. ജസ്റ്റിഫൈ ഒരു ആൻസർ. അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ടൈം കൂടുന്തോറും വെലോസിറ്റി മാറുന്നില്ല എന്ന് എഴുതാം. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാഫ്സ് റെപ്രസെൻറ്റ് മോഷൻ വിത്ത് റിട്ടാർഡേഷൻ? ജസ്റ്റിഫൈ ഒരു ആൻസർ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ നെഗറ്റീവ് പറയുന്നത് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയാം. അതായത് ആക്സിലറേഷൻ എന്താണ്? p - u/t നമുക്കറിയാം. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ. ഒരു ഒബ്ജക്റ്റ് നല്ല സ്പീഡിൽ പോകുന്ന ഒബ്ജക്റ്റ് അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരുമ്പോഴേ നമ്മൾ റിട്ടാർഡേഷൻ അറിയാം. ട്രെയിനിൻ്റെ എക്സാമ്പിൾ എല്ലാം നമ്മൾ പറയും. ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ അത് ഭയങ്കര സ്പീഡിലായിട്ട് വരിക, എന്നിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് എത്തുന്നതോറും അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും എന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് റിട്ടാർഡേഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടൈം വെലോസിറ്റി ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് വെലോസിറ്റി കുറയുന്നത്? കൂടുതലുള്ള വെലോസിറ്റി കുറയുന്ന ഏതിലാണെന്ന് നമുക്ക് നോക്കാം. ഫിഗർ 1 വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം ഉറപ്പാണ്. അവിടെ ആക്സിലറേഷനേ ഇല്ല. രണ്ടാമത്തോ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക. ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുക. മൂന്നാമത്തെ ഫിഗർ നോക്ക്. മൂന്നാമത്തെ ഫിഗറിലെ വെലോസിറ്റി കൂടി വരുന്നിട്ട് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് വെലോസിറ്റി മാക്സിമം അറ്റൈൻ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അത് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയിട്ട് അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നത്? ഈ ഒരു പോയിന്റേഷൻ അതിന് ഡീസിലറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഫിഗർ 3 ആണ് ഇതിൻ്റെ ആൻസർ. ഫിഗർ 3 പിന്നെ നമ്മൾ കാര്യങ്ങൾ എഴുതാം. എന്ത്? ആക്സിലറേഷൻ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആവുന്ന കേസാണ്. വെലോസിറ്റി കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം വെലോസിറ്റി അതിന് കുറഞ്ഞെന്നുള്ള എഴുതാം. ഓക്കെ, 2 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് ഓഫ് 80 Newton applied on an object from east towards the west direction. At the same time, a force of 25 Newton is acting on the object in the opposite direction. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഈസ്റ്റിന് ഫ്രം ദ ഈസ്റ്റ്
ടുവേർഡ്സ് ദ വെസ്റ്റ്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് 18 ന്യൂട്ടൺ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഏതാ ഈസ്റ്റ് ഏതാ വെസ്റ്റ്? ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്. സോ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് കൊടുക്കുന്നത്. സോ ഇങ്ങോട്ടൊരു 18 ന്യൂട്ടൺ കൊടുക്കുന്നത്. ഓൾസോ അറ്റ് ദ സെയിം ടൈം ഫോഴ്സ് ഓഫ് 25 ന്യൂട്ടനെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്നത്. ടുവേർഡ്സ് വെസ്റ്റ് ടുവേർഡ്സ് ഈസ്റ്റ് 25 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. ഇനി എന്താ? റൈറ്റ് ദ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ ഒബ്ജക്ട് അലോങ് ഇറ്റ്സ് ഡയറക്ഷൻ. നമുക്കറിയാം എത്രയാണ്? 25 മൈനസ് 18 എഴുതിയാൽ മതി. 7 ന്യൂട്ടൺ. അത്രേ ഉള്ളൂ. അലോങ് വിത്ത് ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത്? ആ ഡയറക്ഷനിൽ. നെറ്റ് ഫോഴ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബി ക്വസ്റ്റ്യൻ എന്താ? ടു മേക്ക് ദ നെറ്റ് ഫോഴ്സ് 0 ബൈ ഹൗ മച്ച് ഷുഡ് ദ ഫോഴ്സ് അപ്ലൈ ടുവേർഡ്സ് ദ ഈസ്റ്റ് ബി ചേഞ്ച്ഡ്? എക്സ്പ്ലെയിൻ. ഈസ്റ്റിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് എത്രത്തോളം ചേഞ്ച് ചെയ്യുന്ന? ഈസ്റ്റിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഏതാ? 25 ന്യൂട്ടൺ. ഇത് എത്രയാ? ഇത് 25 ന്യൂട്ടൺ ആണ്, 18 ന്യൂട്ടൺ. ഇത് ഇനി നെറ്റ് ഫോഴ്സ് 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 7 ന്യൂട്ടൺ കുറക്കണം, 7 ന്യൂട്ടൺ ഡിക്രീസ് ചെയ്യണം. എന്നാൽ ഇത് 18 ന്യൂട്ടണും ഇത് 18 ന്യൂട്ടണും ആവുള്ളൂ. അപ്പോൾ ആ എന്താണ്, ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതെ അവിടെ നിൽക്കും. അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ബി 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി ആർ വെക്ടർ ക്വാണ്ടിറ്റീസ്. നമുക്കറിയാതെ. റൈറ്റ് 2 എക്സാമ്പിൾസ് ഫ്രം ഡെയിലി ലൈഫ് വെർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആക്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. നമുക്കറിയാലോ, ഒരു കാർ ആക്സിലറേറ്റിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. കാറിൽ ഒരാൾ പോവുകയാണെങ്കിൽ അയാളെ ആക്സിലറേഷൻ ആക്സിലേറ്ററിൻ്റെ പെഡൽ കൊടുത്താൽ അത് ആക്സിലറേഷൻ ഇൻ ദ സെയിം ഡയറക്ഷനാണ്. അയാളെ വെലോസിറ്റി നേരെ പോകുന്നത്, അയാളെ ആക്സിലറേഷൻ നേരെ പോകുന്നത്. പിന്നെ മറ്റൊരു എക്സാമ്പിൾ, ഒരു സ്പ്രിൻറ്റർ അല്ലെങ്കിൽ ഒരു എന്താ അതിവേഗ ഓട്ടക്കാരൻ എന്നൊക്കെ മലയാളത്തിൽ പറയും. സോ അയാൾ മെല്ലെ ഓടി തുടങ്ങി ഫിനിഷ് ലൈനിലൂടെ അടുക്കുമ്പോൾ സ്പീഡ് കൂട്ടിക്കൊണ്ട് വരുന്നാൽ അതൊരു ആക്സിലറേഷനും വെലോസിറ്റിയും സെയിം ഡയറക്ഷനാണ് നമുക്ക് പറയാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ആപ്പിൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, നമ്മളെ ഒരു കല്ല് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇടുന്നത്. അപ്പോൾ എന്താവും? അതിന് ഇനീഷ്യലി അത് റെസ്റ്റിലായിരിക്കും, എന്നിട്ട് താഴോട്ട് പോകുന്നതോറും അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അവിടെ നമ്മളെ ഗ്രാവിറ്റി എല്ലാം ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീഡ് താഴോട്ട് വരുന്നതോറും ആക്സിലറേഷൻ ഉണ്ട്. ഇതിന് ആ ആക്സിലറേഷനും കൊണ്ട് വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. താഴെത്തുമ്പോഴേക്കും മാക്സിമം വെലോസിറ്റി. ഇനി ബി എന്താ? അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം. ഇനി ഇഫ് ദ ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വാട്ട് ചേഞ്ച് വിൽ ഓക്കർ ഇൻ ദ മോഷൻ ഓഫ് ഒബ്ജക്റ്റ്. സോ ആക്സിലറേഷനും വെലോസിറ്റിയും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. കാരണം എന്താ? വെലോസിറ്റി പോസിറ്റീവ് ആണെന്ന് ചോദിച്ചോ, ആക്സിലറേഷൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നെഗറ്റീവ് ആക്സിലറേഷൻ ഡീസലറേഷൻ സംഭവിച്ചാൽ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് റെസ്റ്റിലോട്ട് എത്തും. നമുക്കറിയാം, ഇപ്പോൾ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെയിനിൻ്റെ കേസെല്ലാം അങ്ങനെയാണ്. പ്ലാറ്റ്ഫോമിലോട്ട് എത്തുമ്പോൾ അത് ഒരു മാക്സിമം സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ നെഗറ്റീവ്, അതിൻ്റെ ഡീസലറേഷൻ എടുക്കുന്നത്. ബ്രേക്ക് കൊടുത്താലേ ഇതിൻ്റെ ഡീസലറേഷൻ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ എന്താണ്, ട്രെയിന് ഇങ്ങോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ ട്രെയിനാന്ന് ചോദിച്ചോ. സോ ട്രെയിൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലായിരിക്കും, പോസിറ്റീവില്. ആക്സിലറേഷൻ എന്താവും? നെഗറ്റീവ്, ബ്രേക്ക് കൊടുക്കുമ്പോൾ. സോ അത് സ്പീഡ് കുറഞ്ഞ് റെസ്റ്റിലോട്ട് എത്തും. അത്രയേ ഉള്ളൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. എന്താ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താ? എവറി ബോഡി കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് അണ്ടിൽ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അത് എഴുതാം. സോ ആ ടേംസ് എല്ലാം ഓർമ്മണം. സോ അണ്ടിൽ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എല്ലാം സ്പെസിഫൈ ചെയ്തിട്ട് എഴുതണം. ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. സോ ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് 2 physical quantities that defined by this law. ഏതൊക്കെയാടാ? ഇനേർഷ്യ ആൻഡ് ഫോഴ്സ്. ഇനേർഷ്യ ആൻഡ് ഫോഴ്സ് ആണ് ഏത്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തെടുത്തത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 10th. സോ ഇതിന് ചോയ്സ് ഉണ്ട്, എയോ അല്ലെങ്കിൽ ബി ഓസിന് ഏതെങ്കിലും ഒന്ന് എഴുതാം. സോ ദി ഫിഗർ ഷോസ് എ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ഓൺ എ ബൗണ്ടറി ബിറ്റ്വീൻ 2 മീഡിയ എ ആൻഡ് ബി. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി മീഡിയം? ക്രിട്ടിക്കൽ ആംഗിൾ അറിയാം നമുക്ക്. എന്താ അറിയാം? ഒരു ഇൻസിഡൻറ്റ് റേ
ഒപ്റ്റിക്കലി റയർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി റയർ മീഡിയത്തിലോട്ട് വരാമെന്ന് ചോദിച്ചോ. സോ ഒപ്റ്റിക്കലി ഡെൻസറിന് ഒപ്റ്റിക്കൽ റയറിലോട്ട് വരുമ്പോൾ അവേ ഫ്രം ദ പെർപെൻഡിക്കുലറിൽ റിഫ്രാക്റ്റ് ചെയ്യും നമുക്കറിയാം. അങ്ങനെ ഈ ആംഗിൾ കൂട്ടി വന്നാൽ നമ്മളെ ഇൻസിഡൻറ്റ് ആംഗിൾ കൂട്ടി വന്നാൽ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഈ റേ എന്ത് ചെയ്യും, നമ്മളെ ഈ മീഡിയത്തിൻ്റെ ഇൻ്റർഫേസിലൂടെ കടന്നു പോകും, മീഡിയത്തിൻ്റെ ഈ ബൗണ്ടറിയിലൂടെ കടന്നു പോകും. സോ അതാണ് നമ്മൾ എന്താ പറയുക, IC എന്ന് പറയാം. ആ സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ IC അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. സോ ഇവിടെ എത്രയാ, മീഡിയം എ നിന്ന് മീഡിയം ബിയിലോട്ട് വരുമ്പോൾ ഇതാണ് നമ്മൾ നോർമൽ, മീഡിയം എ നിന്ന് ബിയിലോട്ട് വരുമ്പോൾ ഇത് ഇതിൻ്റെ ബൗണ്ടറിയിലൂടെ കടന്നു പോകുന്നത്. സോ നോർമൽ ആയിട്ടുള്ള ആംഗിൾ എത്ര ഇടാം, ഇത് 40 വന്നിട്ടുണ്ട്. സോ ഇത് 90 - 40, ഇത് 90 - 40 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്നറിയാം. മീഡിയം എന്റെ ക്രിട്ടിക്കൽ ആംഗിൾ അതാണ്. അടുത്തത്, what will happen to the incident ray in a medium A if the angle of incidence is greater than the critical angle? എന്ത് സംഭവിക്കും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവും. നമുക്കറിയാം ഒരു ക്രിട്ടിക്കൽ ആംഗിൾ അത് എന്താണ് നമ്മുടെ ആ ബൗണ്ടറിയിലൂടെ അങ്ങ് കടന്നു പോകും. ക്രിട്ടിക്കൽ ആംഗിളിന് വേണ്ടി കൂടുതൽ പോയാലേ IC വേണ്ടി കൂടുതലായാലേ അതങ്ങ് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, a light ray is shown in incident from air to water at an angle 49 degree. Write the reason why the refracted ray bends closer to the normal in this case. നമുക്കറിയാം ഒപ്റ്റിക്കലി റയർ മീഡിയം, എയർ ഒപ്റ്റിക്കലി റയർ ആണ് കമ്പയർഡ് ടു എന്താണ് വാട്ടർ. സോ ഒപ്റ്റിക്കലി റയർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റഡ് റേ നോർമൽ, ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതങ്ങ് എഴുതി വെക്കാം. Option B. B question. If a light ray is incident at the same angle 49 degree from water towards the boundary, water to air, what will happen to its path? Explain. So water in the air load വരുമ്പോൾ അതെന്താവും, അത് ഇറ്റ് വിൽ ബെൻഡ് away from the normal. കാരണം എന്താ, അത് എയർ ഒപ്റ്റിക്കലി റയർ ആണ്. സോ വാട്ടർ എയറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്, 48.6 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ആംഗിളിന് വേണ്ടി കൂടുതൽ വന്നാൽ എന്തുണ്ടാവും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ 49 ഡിഗ്രിയിൽ വന്നാലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് ഓർമ്മ വേണം, അത് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുള്ളൊരു ആംഗിളാണ്. അതുപോലെ ഗ്ലാസ് എയറിൻ്റെ ഇൻ്റർഫേസിൽ ഇതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്രയാണ്, 42 ഡിഗ്രി. സോ ഈ രണ്ട് ആംഗിൾസ് നമുക്ക് ഓർമ്മ വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ ആംഗിളിന് വേണ്ടി കൂടുതൽ റിഫ്രാക്റ്റഡ് റേ വന്നാലേ അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. എ ബോൾ മൂവ്സ് ഫ്രം പോയിന്റ് P and reaches Q, then moves to point R and returns to point Q. ഒരു ബോൾ P-ന്ന് Q-ലോട്ട് പോകുന്നേ, Q-ൽ R-ലോട്ട് പോകുന്നേ, ദെൻ Q-ലോട്ട് തന്നെ തിരിച്ചു വരുന്നേ. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ? എന്താണ് ഡിസ്റ്റൻസ്, എന്താ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡി. ഡിസ്പ്ലേസ്മെൻറ്റോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ. ഇപ്പോൾ ഒരാളിപ്പോൾ എങ്ങോട്ടെങ്കിലും, ഇപ്പോൾ ഒരാൾ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം പോകുമെന്ന് വിചാരിച്ചോ, അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് കുറേ കറങ്ങി അയാൾ തമിഴ്നാടോ മൂന്നാറിലെല്ലാം കറങ്ങിയിട്ട് ട്രിവാൻഡ്രം എത്താം. അപ്പോൾ സ്റ്റിൽ ഇയാളെ കേസിൽ നമ്മുടെ ഡിസ്റ്റൻസ് എത്ര പറയാം, ഡിസ്റ്റൻസ് ഇയാൾ പാത്ത് കവേർഡാണ്. ഈ പാത്ത് എത്രത്തോളം അല്ലെങ്കിൽ അയാളുടെ റൂട്ട് മാപ്പിൽ എത്രത്തോളം ഉണ്ട്, അയാളുടെ റൂട്ട് മാപ്പ് ഏതാണോ അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയാം. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റോ, അയാളെ എത്ര ചുറ്റിക്കറങ്ങി എന്ന് പറഞ്ഞാലും അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പോയിൻറ്റ്സാണ്. സോ ഇത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരാം. ഡിസ്റ്റൻസ് എത്രത്തോളം ഇതുണ്ട്, അത് മുഴുവൻ ഡിസ്റ്റൻസാണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോൾ? ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്, 6. P-ന്ന് Q-ലോട്ട് പോയി, Q-ന്ന് R-ലോട്ട് പോയി, തിരിച്ച് Q-ലോട്ട് തന്നെ വന്നാൽ 6 + 3 + 3, അപ്പോൾ എത്രയാണ്, +3 വരും, 12 മീറ്ററോ. ഇനി ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോൾ ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ്? അല്ല. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരും, അയാൾ അവസാനം തിരിച്ച് Q തന്നെ എത്തി,
അപ്പോൾ പിയും ക്യൂവും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാടാ 6 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 6 മീറ്റർ ആയിരിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ത് കൊടുക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പോയിൻറ്റും ഇനീഷ്യൽ പോയിൻറ്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ്. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്ത് കവേർഡ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. ഇനി 11B സെയിം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് എ ചൈൽഡ് മൂവിങ് ത്രൂ പൊസിഷൻ Q, R ആൻഡ് S, ഫൈനലി റീച്ചിങ് S. ഫൈൻഡ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഇതെങ്ങനെ ചെയ്തത്? സ്പീഡ് നമുക്കറിയാം. സ്പീഡ് എന്താണ്? സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈമാ. അതുപോലെ വെലോസിറ്റിയോ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാ. ഇനി ക്വസ്റ്റ്യൻ നോക്ക്. ഇയാൾ പിന്ന് ക്യൂലോട്ട് പോകുന്നത് RS ഇങ്ങനെ കറങ്ങി പോകുന്നത്, തിരിച്ച് പിയിൽ തന്നെ എത്തുന്നത്. ആൻഡ് ഫൈൻഡ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. പിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യൂവിലെത്തുമ്പോൾ അയാൾ ഡിസ്റ്റൻസ് എത്രയാടാ? സ്പീഡ് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ക്യൂവിലെത്തുമ്പോൾ 60 മീറ്റർ ഡിസ്റ്റൻസ്. അതിൻ്റെ ടൈം എത്രയാണ്? 10. ടൈം 10. സോ 60/10 എത്രയാ? 6 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയോ? ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. സോ പിയും ക്യൂവും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും പാത്ത് കവേർഡും സെയിം ആണ്. സോ ഇവിടെ എത്രയാ? ഇവിടെ 60/10 തന്നെ. സോ 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെ വെലോസിറ്റി. ഇനി വയലറ്റ് R ഇവിടുന്ന് പോയി തിരിച്ച് ആറിലെത്തിയാലോ? ടോട്ടൽ പാത്ത് കവേർഡ് എത്രടാ? 60 + 90. അപ്പോൾ എത്രയാ? 150 ഡിവൈഡഡ് ബൈ ടോട്ടൽ സമയം എത്ര എടുത്ത്? 25. ആൻസർ എത്ര വരാം? 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഇനി അപ്പുറത്തുള്ള ആറിലെത്തുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ്. പിയും ആർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 125 മീറ്റർ. സോ 125 ഡിവൈഡഡ് ബൈ ടൈം എത്ര എടുത്ത്? 10 + 15 സെക്കൻഡ് തന്നെ. 25. ആൻസർ എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വയലറ്റസ് എത്രയാ? അപ്പോൾ ഇയാൾ പോകുന്ന PQRSലൂടെയാണ്. അപ്പോൾ അയാൾ ടോട്ടൽ പാത്ത് കവേർഡ് എത്രയാ? 60 + 90 + 54. അപ്പം 150 + 54 എത്രയാ? 204 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാ? 25 + 10 34. ഇവിടെ ആൻസർ വരാം 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഓക്കെ, ഇനി PQSന് ഇടയിലുള്ള ആ സമയത്തുള്ള വെലോസിറ്റി, PQSന് ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 136 മീറ്റർ. 136 136 ഡിവൈഡഡ് ബൈ എത്ര സമയം എടുത്ത്? 34 തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ C. സെക്ഷൻ സിയിൽ എന്താണ് 6 ക്വസ്റ്റ്യൻ ഉള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ C. ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം അപ്പിയേഴ്സ് ടു ബി റൈസ്ഡ്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ്. നമുക്കറിയാം റിഫ്രാക്ഷനാണ്. ഇതൊരു അക്വേറിയാന്ന് വെച്ചോ. അപ്പോൾ അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് വരുന്ന റിഫ്രാക്റ്റഡ് റേ എന്താവും? അടിയിൽ നിന്ന് വരുന്ന റേ റിഫ്രാക്റ്റ് ചെയ്യും. സോ ഇത് വാട്ടറാണ്, ഇത് എയറാണ്. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ റെയറർ മീഡിയത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇറ്റ് വിൽ റിഫ്രാക്റ്റ് അവേ ഫ്രം ദ നോർമലാ. അപ്പോൾ ഇവിടുന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് ഇവിടുന്ന് വരുന്നതായിട്ട് കാണാം. സോ കുറച്ച് മുകളിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. സോ റിഫ്രാക്ഷനാണ്. എന്നിട്ട് എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഫിനോമിന ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. സോ റിഫ്രാക്ഷൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ചില ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വെസ്റ്റിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നമ്മൾ സൂര്യനെ കാണുന്നത്, അല്ലെങ്കിൽ ഹൊറൈസണിൽ കവർ ചെയ്തതിന് ശേഷം പോയതിന് ശേഷം എന്തുകൊണ്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ഫിനോമിന ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസാണ്. അത് സയൻസിലെ ഈ ഫിനോമിനോടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻസിൽ കുറച്ച് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ പെരിസ്കോപ്പ് പഠിക്കുന്നുണ്ട്. റിഫ്ലക്ടർ, അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ, ഇതെല്ലാം എഴുതാം. ഇത് TARൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ബട്ട് സ്റ്റിൽ
ആൻഡ് അപ്ലിക്കേഷൻസ് നമുക്ക് റിഫ്രാക്ഷനിൽ ടെക്സ്റ്റ് ബുക്ക് മെൻഷൻ ചെയ്തില്ല. സോ നമുക്ക് ഈ അപ്ലിക്കേഷൻസ് എഴുതാം. റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാച്ചുറൽ ഫിനോമിനൻസാണ് അല്ലെങ്കിൽ സിറ്റുവേഷൻസാണ്. അത് നേരത്തെ പറഞ്ഞ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് പോലെയുള്ള. സോ അത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല, ബട്ട് ഇത് എഴുതാം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒബ്സർവ് ദ റേ ഡയഗ്രാം ഷോയിങ് റിഫ്രാക്ഷൻ ഓഫ് എ ലൈറ്റ് റേ ഫ്രം മീഡിയം 1 to medium 2 ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഇറ്റ്. ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ചു ചോദ്യം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. വെൻ ദ ലൈറ്റ് അണ്ടർഗോസ് എ റിഫ്രാക്ഷൻ മീഡിയം 1 നിന്ന് മീഡിയം 2 പോകുന്നത്, ഐഡന്റിഫൈ റൈറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ദ ഗിവൺ ഡയഗ്രാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആയിട്ടുള്ള ആംഗിളാണ്. അതെപ്പോഴും ഓർമ്മ വേണം. തന്നിട്ടുള്ള ആംഗിൾ അതുപോലെ അങ്ങ് എഴുതരുത്, നോർമൽ ആയിട്ടുള്ള ആംഗിളാണ്. സോ ടോട്ടലി ഈ ആംഗിൾ 90 ആണ്. സോ 90 - 30 60 ഡിഗ്രി ആയിരിക്കും. ഇനിയോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. സോ അത് 40 ഡിഗ്രി, അത് ഇവിടെ തന്നിട്ടുണ്ട്. 40 + 50 90. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇനി it is possible to see the sun even before it actually reaches the eastern horizon in the morning. What could be the reason? Explain in detail. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഈവൻ മോർണിംഗ് ആവുന്നതിന് മുന്നേ തന്നെ, ഹൊറൈസണിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് സൂര്യനെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? സോ ഇത് ഈസ്റ്റേൺ ഹൊറൈസൺ ആണെന്ന് വിചാരിച്ചോ. ഹൊറൈസൺ ആണെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ കൊണ്ടാണ്, റിഫ്രാക്ഷൻ കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ അതങ്ങ് ഡീറ്റെയിൽ നമ്മൾ ചിത്രമെല്ലാം വരച്ചാൽ നല്ലത്. സോ ഇവിടെ എല്ലാം എന്താ കുറേ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലെയേഴ്സ് എല്ലാം അറ്റ്മോസ്ഫിയറിക്കിലെ ടെമ്പറേച്ചറും ഭൂമിയും സൂര്യനും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. സോ ആ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം അവിടെ എല്ലാം ടെമ്പറേച്ചേഴ്സും അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും എല്ലാം വ്യത്യാസമുണ്ട്. സോ ഇവിടുന്ന് ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും അത് ആ പാത്ത് അങ്ങ് ഫോളോ ചെയ്യില്ല. അത് റിഫ്രാക്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളെ കണ്ണിലെത്തുള്ളൂ. സോ ഇയാൾക്ക് ഇത് കുറച്ച് ഇവിടുന്ന് വരുന്നതായിട്ട്, ഇയാൾക്ക് സൂര്യൻ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. റിഫ്രാക്ട് ചെയ്തിട്ട് ഇയാൾ കണ്ണിൽ വരുമ്പോൾ ഇവിടുന്ന് ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്കത് ഇവിടുന്നായിട്ട് കാണാം. സോ അതങ്ങ് എഴുതി വെച്ചാൽ മതി. സെയിം സിറ്റുവേഷനാണ് എന്ത് നമ്മൾ വെസ്റ്റേൺ ഹൊറൈസണിൽ നമ്മൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൂര്യൻ ഇവിടെ എത്തും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, അത് റിഫ്രാക്ഷൻ കൊണ്ട് നമുക്ക് ഇവിടെ ആയിട്ട് അപ്പിയർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14th ക്വസ്റ്റ്യൻ എന്താ? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4. ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താടാ? അത് ആ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ അതിനെ നമുക്ക് ഉണ്ടാക്കിയേക്കാം. N = C/V. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഇനി ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം ഈസ് 3 × 10⁸ m/s, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. എങ്ങനെ കാണാം? നമുക്ക് വി കാണണ്ട്. സോ V = C/N എഴുതാം. സോ സി തന്നിട്ടുണ്ട് എത്രയാ? 3 × 10⁸ m/s. ഇനിയോ നമുക്ക് N അറിയാം 2.4. സോ 2.4 എത്രയാ? 5/4. സോ 1.25 × 10⁸ m/s. ഇതായിരിക്കും എന്ത് ഡയമണ്ടിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി. സോ ലൈറ്റിന് ഏറ്റവും സ്പീഡിലുള്ളത് വാക്വത്തിലാണ്. സോ അതാണ് നമുക്ക് എന്തെന്നുള്ളത് 3 × 10⁸ m/s. സോ നമുക്ക് അങ്ങനെ കാണാം. V = C/N നമ്മൾ കൊടുത്ത് സീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3 × 10⁸ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഡയമണ്ട് നമുക്കറിയാം, which is equal to നമ്മൾ ചെയ്ത് 1.25 × 10⁸ m/s. അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഡിസ്റ്റൻസ് എന്താണ്? 2 പോയിൻറ്റ്സ്, ഒരാൾക്ക് ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയും. അയാൾ കവർ ചെയ്ത പാത്ത് എങ്ങനെ പോയാലും അയാളൊരു റൂട്ട് മാപ്പ് നമുക്ക് ആലോചിച്ചാൽ മതി. അതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റ് എന്ന് ബിയിലോട്ട് പോകുന്നത് ആൻഡ് റീച്ചസ് സി. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് പാത്ത് എവിടെ നമുക്കറിയാം. സോ ഇവിടെ എത്രയാണ്? സർക്കിളിൻ്റെ 4 ഭാഗത്തിട്ട് നമുക്ക് തന്നാണ് 157. സോ സിയിലെത്തുമ്പോൾ 157 + 157 എത്രയാണ്? ടോട്ടല് 314 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ജേർണി ഈസ് 400 സെക്കൻഡ്, കാൽക്കുലേറ്റ് വെലോസിറ്റി. വെലോസിറ്റി എന്താടാ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. എന്ന് സിയിലെത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്?
200 meter. Shortest distance 200 meter. So 200 divided by time 400. So 200 by 400 0.5 meter per second. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? If the object returns to point A via D, what will be its velocity? So അയാൾ എന്താണ്, ഇയാളിങ്ങനെ പോയിട്ട് തിരിച്ച് എ തന്നെ എത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ വെലോസിറ്റി എത്രയാണ്? അപ്പോൾ ഇയാളിങ്ങനെ കറങ്ങി തിരിച്ച് എയിലെത്തുമ്പോൾ അയാളുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0. കാരണം എന്താ, അയാൾ പോയി വന്ന സ്ഥലത്തിന് തിരിച്ചെത്തിയാൽ അയാൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിന്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 0. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. സ്പീഡ് ചോദിച്ചാലോ? സ്പീഡ് ചോദിച്ചാൽ നമ്മളെ 157 + 157 അങ്ങനെ 4 പ്രാവശ്യം 157 ചെയ്തിട്ട് സ്പീഡ് ചോദിച്ചാൽ 157 ഇൻറ്റു സ്പീഡ് ചോദിച്ചാൽ നമ്മൾ 157 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ എന്താണ് എടുത്ത സമയം ചെയ്യണം. അതായിരിക്കും സ്പീഡ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. Write the quantities represented on the x-axis and y-axis of the graph. ഏതൊക്കെയാ? ഒരു വെലോസിറ്റി ടൈം, പിന്നെ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. എൻ്റെ എക്സ് ആക്സിസിൽ ടൈമാണുള്ളത്, വൈ ആക്സിസിൽ വെലോസിറ്റി ഉള്ളത്. ഇനി ബി, ദ സ്റ്റേറ്റ്മെൻറ്റ് സേസ് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്ട് ഫ്രം പോയിന്റ് എ ടു ബി. ഡു യു എഗ്രി വിത്ത് ദിസ്? ജസ്റ്റ് യുവർ ആൻസർ. സോ എ ഇവിടെ എടുക്കുന്നത്, എ ഇവിടെ, ബി ഇവിടെ. എയിൽ നിന്ന് ബിയിലോട്ട് നമുക്ക് നോക്കിയാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റാണ്, വെലോസിറ്റി മാറുന്നില്ല. പക്ഷെ നമുക്കത് റെസ്റ്റിലാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ആ ഒരു വെലോസിറ്റിയിൽ ഇങ്ങനെ എയിൽ നിന്ന് ബിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അർത്ഥമുള്ളൂ. അപ്പോൾ അയാൾക്ക് ആ വെലോസിറ്റി അപ്പോഴും ഉണ്ട്, പക്ഷേ എന്താണ്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അയാൾക്ക് ആക്സിലറേഷൻ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. യു വിൽ നോട്ട് എഗ്രി വിത്ത് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം എന്താ? കാരണം ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. So if the velocity is constant, there will be displacement. See, using the graph, find the displacement of the object from point O to A. O ന്ന് എയിലോട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചത്. സോ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അതിൻ്റെ ഏരിയ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? വി ടി ഗ്രാഫിൻ്റെ ഏരിയ. ഇനി സോ നമുക്ക് ഓന്ന് എയിലോട്ടുള്ള മതി. സോ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മാത്രം മതി. ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണാം? ഹാഫ് ബി എച്ച് നമുക്കറിയാം, നമ്മൾ മാത്സിലെല്ലാം പഠിച്ചല്ലോ. സോ ഹാഫ്. സോ ബി എത്രടാ? ബി 4. ബി നമുക്കറിയാം ടൈം 4. എച്ച് എത്രയാ? 50. സോ 4 × 50 എത്രയാ? 4 × 50 200 by 2 is equal to 100 meter. ഒന്ന് എയിലോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 100 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാം. ഒബ്സർവ് ദ ടേബിൾ റിലേറ്റഡ് ടു ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സോ ഒരു ഒബ്ജക്റ്റിൻ്റെ ടൈം വെലോസിറ്റി ഗ്രാഫ് വന്നിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നത്? ഓരോ 10 സെക്കൻഡിൽ അയാളെ വെലോസിറ്റി ഉണ്ട്. നേരത്തെ ചെയ്ത അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ. സോ ഇതിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം, അത്രേ ഉള്ളൂ. സോ വരക്കുമ്പോൾ എന്ത് ചെയ്യാം? ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് സ്കെയിൽ ആൻഡ് ഡ്രോ എ വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ എക്സിൽ ടൈം എടുക്കുക, വൈയിൽ വെലോസിറ്റി എടുക്കുക, എന്നിട്ട് ഓരോ 10 സെൻറ്റിമീറ്ററും എന്തെടുക്കുക? ഓരോ 10 സെൻറ്റിമീറ്ററും ഒരു 10 സെക്കൻഡ്സ് ആക്കി എടുക്കുക. 10 സെക്കൻഡ്സ്, 20 സെക്കൻഡ്സ്, 30 സെക്കൻഡ്സ്, അങ്ങനെ 40, 50, 60, 70 വരെ എടുക്കുക. ശേഷം വെലോസിറ്റി എടുക്കുമ്പോൾ 10 എന്ന് തുടങ്ങിയിട്ട് ഏറ്റവും കുറഞ്ഞ വില നമുക്ക് 10 ഉണ്ട്. 10 തുടങ്ങിയിട്ട് 10, 15 ഓരോ സെൻറ്റിമീറ്ററും 5 മീറ്റർ പെർ സെക്കൻഡ്സിൽ എടുത്തിട്ട് വരക്കാം. 20, 25, 30 വരച്ചിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ വരുടാ? ഗ്രാഫ് ഇയാൾ പിന്നെ ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്താൽ മതി. 0,20 ഒരു മാർക്ക് കൊടുക്കുക, പിന്നെ 10,25 അടുത്ത് കൊടുക്കുക, പിന്നെ 20,30 അടുത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക, ഓരോ പോയിന്റും കൊടുത്തിട്ട്. അതായത് എങ്ങനെ ഗ്രാഫ് എങ്ങനെ വരിക? ഇയാൾ സ്പീഡ് കൂടുന്നേ, പിന്നെ കുറച്ച് സമയം കോൺസ്റ്റൻ്റ് ആവുന്നേ, ഒരു 30 സെക്കൻഡ് കോൺസ്റ്റൻ്റ് ആവുന്നേ, പിന്നെ സ്പീഡ് കുറയുന്നതാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. എന്നിട്ടോ കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് 20 ഇങ്ങനെ. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുക. നേരത്തെ കണ്ട പോലെ തന്നെ. നേരത്തെ നമ്മൾ
ഏതാ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ട്. സോ ഇവിടെ നമ്മൾക്കൊരു ട്രപ്പീസിയ ഉള്ളത്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാം. അല്ലെങ്കിൽ നമുക്കിത് ട്രയാങ്കിളോ റെക്ടാങ്കിളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ കാണാം. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഓർമ്മയില്ലെങ്കിൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താടാ? ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എച്ച് എന്താണ്? ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ്, എയും ബിയും അതിൻ്റെ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത്. സോ ഹാഫ് ഇൻറ്റു എച്ച് എത്രയാ? 20 ഇൻറ്റു എ എത്രയാടാ? 20. ഒരു പാരലൽ സൈഡ് നമുക്ക് 20 ആക്കി എടുക്കാം, പ്ലസ് മറ്റൊരു പാരലൽ സൈഡ് എത്രയാ? 30. സോ 10 ഇൻറ്റു 20 പ്ലസ് 30 50 വരും. നിങ്ങൾ ചെയ്താലേ 500 മീറ്റർ കിട്ടും. സോ അയാളെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? 20 സെക്കൻഡ്സിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 500 മീറ്ററാണ്. അപ്പോൾ ഇങ്ങനത്തെ വി ടി ഗ്രാഫിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ എപ്പോഴും ഓർത്തേക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് വി ടി ഗ്രാഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാഫിക് റൂൾസ്. ഓക്കെ, ഇത് ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മെയിൻ പോയിന്റ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ റൈഡിങ് ടു വീലേഴ്സ് ഓൺ ദ റോഡ്? നമ്മൾ ഹെൽമെറ്റൊക്കെ വെക്കുക, പിന്നെ പെർമിസിബിൾ സ്പീഡിൽ വണ്ടി ഓട്ടുക. അടുത്ത, വാട്ട് ആർ ദ ലീഗൽ കോൺസിക്വൻസ് ഓഫ് എ ചൈൽഡ് ബിലോ 18 years ഓഫ് ഏജ് റൈഡ്സ് എ വെഹിക്കിൾ? നമുക്കറിയാതെ ഇതെല്ലാം ഒരു അവയർനെസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പാരൻസിൻ്റെ മേലെ കേസ് വരും, അവരെ ലൈസൻസ് റദ്ദാക്കും, പിന്നെ 25,000 ഫൈൻ അല്ലാണ്ട്. അപ്പോൾ അതെല്ലാം ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 17B. പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് കീ പോയിന്റ്സ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് വൈൽ പ്രിപ്പയറിംഗ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് സ്റ്റുഡൻസ് ആൻഡ് റോഡ് സേഫ്റ്റി. ഇതും ഒരു ജനറൽ അവയർനെസ് ആണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എഴുതുക, നമ്മൾ ഐഡിയ പോലെ എഴുതി വെക്കുക. അടുത്തത്, സോ സെക്ഷൻ ഡി 4 മാർക്കിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 18A ഉം B ഉണ്ടാവും. സോ ഏത് ക്വസ്റ്റ്യൻ ആണ് ഈസി ഉള്ളത്? 2 ന്യൂമറിക്കൽസ് ആണ്. ഏതാണ് നിങ്ങൾക്ക് വായിച്ചിട്ട് ഈസി ഉള്ളത് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ 18A നമുക്ക് നോക്കാം. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 500 gram is moving with a velocity 10 meter per second. ഒരു മാസ് ഒരു 500 ഗ്രാമുള്ള ഒരു ബോഡി 10 meter per seconds മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ഇഫ് ദ ഒബ്ജക്ട് മൂവ്സ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി കാൽക്കുലേറ്റ് ദ ടൈം ഇറ്റ് ടേക്സ് ടു ട്രാവൽ 100 meter. ഒരു ഒബ്ജക്റ്റ് 10 meter per second യൂണിഫോം വെലോസിറ്റിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 100 meter ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദ്യം. നമുക്കറിയാം യൂണിഫോം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം. സോ നമുക്ക് ടൈം എങ്ങനെ കാണാം? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത്? 100 ബൈ ടൈം എത്രയുള്ളത്? 10. സോ 10 seconds എടുക്കും. ഈസി ക്വസ്റ്റ്യൻ. അടുത്തത് B. ഇഫ് an acceleration of 4 meter per second square applied to the object, what will be its velocity after 2 seconds? ആക്സിലറേഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്താൽ അപ്പോൾ ഒരു ധാരണ വരും. സോ ആക്സിലറേഷൻ തന്നിക്കണേ is equal to 4 meter per second square. പിന്നെ എന്താ തന്നുള്ളത്? പിന്നെ ഒന്നും തന്നില്ല. പിന്നെ ടൈം തന്നു ഈക്വൽ ടു 2 seconds. ഓൾസോ വേറെ എന്താ തന്നുള്ളത്? ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിക്കണേ. ക്വസ്റ്റ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10 meter per secondsലാണ് പോകുന്നത്. സോ U is equal to 10 meter per second. ഇനി എന്താ കാണാനുള്ളത്? 2 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി. 2 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി. സോ V ആ കാണാനുള്ളത്. V എങ്ങനെയാണ് കാണാം? UAT അറിയെങ്കിൽ V കാണാൻ എളുപ്പമല്ലേ? സോ നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ V equal to U plus AT. U എത്രയാ? 10 plus A 4 into T എത്രയാ? 2. സോ 18 meter per second. ഇതായിരിക്കും ഫൈനൽ വെലോസിറ്റി, അല്ലെങ്കിൽ 2 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വെലോസിറ്റി at the moment when the body travels a displacement of 100 meter with a uniform acceleration of 4 meter per second square. തന്ന കാര്യങ്ങൾ വീണ്ടും എടുത്ത് എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് തന്നിട്ടുണ്ട് 100 meter. വേറെ എന്താണെന്നല്ലേ? ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 4 meter per second square. ഇനീഷ്യൽ വെലോസിറ്റി 10 meter per second ആണ് തന്നിട്ടുണ്ട്. ഇനി എന്താ കാണാനുള്ളത്? വി എന്നെ കാണാനുള്ളത്. സോ UAS തന്നിട്ടുണ്ടെങ്കിൽ വി കാണാനത് ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. V square is equal to U square plus 2AS. V square is equal to U എത്രടാ? സോ 10 square. U is equal to 10 square plus 2. A എത്രടാ? 4.
SO S is equal to 100 ചെയ്താൽ 100 പ്ലസ് 800 എന്ന് വരും, which is equal to 900. ഇനി ഇതെന്താണ്? വി സ്ക്വയറാ. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 900 ആ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 900 ആ. സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 900 എത്രയാ? 30 മീറ്റർ പെർ സെക്കൻഡ്. ഈസിയാ. സോ ന്യൂമറിക്കൽസ് എന്നാൽ എന്ത് ചെയ്യാം? നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്താൽ അപ്പോൾ ഒരു ധാരണ വരും. അപ്പോൾ ഞങ്ങളെടുത്ത ചാപ്റ്റേഴ്സിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്, ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്, ഇ സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അപ്പോൾ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് അറിയുന്നെങ്കിൽ നമുക്ക് അതിലെ അറിയാത്ത പാരാമീറ്ററെ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 18b. An object moves vertically upward from ground with an initial velocity of 50 meter per second. Will the object move with uniform velocity? Justify your answer. അപ്പോൾ എടാ ഒരു ഒബ്ജക്റ്റ് അപ്വേർഡിലോട്ട് 50 മീറ്റർ പെർ സെക്കൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ 50 മീറ്റർ പെർ സെക്കൻഡിനുള്ളിൽ കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ല. കാരണം എന്താ? അത് ഒരു മാക്സിമം പോയിന്റിൽ സ്പീഡ് അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഇവിടുന്ന് ഒരു 50 മീറ്റർ പെർ സെക്കൻഡ്സിൽ 50 മീറ്റർ പെർ സെക്കൻഡിലാണ് ബോഡി പോകുന്നത് ചോദിച്ചോ. അപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. കാരണം എന്താ? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതെല്ലാം നമ്മൾ പിന്നീട് പഠിക്കും. സോ അതിൻ്റെ താഴോട്ട് ഒരു ജി ഉണ്ട്, ആക്സലറേഷൻ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ താഴോട്ട് ഈ ഒബ്ജക്റ്റ് മുകളിലോട്ടും വെലോസിറ്റി മുകളിലോട്ടും ആക്സലറേഷൻ താഴോട്ട് പോകുമ്പോൾ എന്താവും? ആ സ്പീഡ് കുറഞ്ഞ് ഒരു മറ്റേ മാക്സിമം ഹൈറ്റിൽ അതിൻ്റെ സ്പീഡ് എന്താവും? 0 മീറ്റർ പെർ സെക്കൻഡ് ആവും. ഒരു മാക്സിമം ഹൈറ്റിലെത്തിയാൽ തിരിച്ചു വരും. ഓക്കെ. ഇനി ബി. ഇഫ് ദ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് എ യൂണിഫോം റിട്ടാർഡേഷൻ ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കാൽക്കുലേറ്റ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 3 സെക്കൻഡ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും. സോ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഉണ്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അതിൻ്റെ വെലോസിറ്റി കാണാനല്ലേ. സോ നമുക്ക് എ അറിയാം, റിട്ടാർഡേഷൻ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നെഗറ്റീവ് സൈൻ കൊടുക്കണം. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എന്താ? ടി തന്നിട്ടുണ്ട് 3 സെക്കൻഡ്സ്. ഓൾസോ നമുക്ക് യു അറിയാം. യു ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 50 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താ കാണാനുള്ളത്? വി. നേരത്തെ അതുപോലെ തന്നെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. യു 50 പ്ലസ് എ എത്രടാ? -10. -10 ഇൻറ്റു ടി എത്രയാ? 3. സോ 50 മൈനസ് 30. സോ 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി. എന്ന കാര്യങ്ങൾ എടുത്തെഴുതുക, അറിയാവുന്ന ഇക്വേഷൻസ് ആലോചിച്ച് നോക്കുക, ഉത്തരം കിട്ടും. ഇഫ് ദ ഒബ്ജക്ട് എക്സ്പീരിയൻസ് എ റിട്ടാർഡേഷൻ ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കാൽക്കുലേറ്റ് ദ മാക്സിമം ഹൈറ്റ് ഇറ്റ് ക്യാൻ റീച്ച്. സോ ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ എത്ര ഹൈറ്റിൽ എത്തുന്ന. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആലോചിക്കേണ്ട മാക്സിമം ഹൈറ്റിൽ അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും? മുകളിലോട്ട് ഇട്ട ഒബ്ജക്റ്റിൻ്റെ മാക്സിമം ഹൈറ്റിൽ ആ വെലോസിറ്റി എത്രയായിരിക്കും? 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അവിടെ എത്തി അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് താഴെ വരുന്നത്. സോ വി നമുക്കറിയാം 0 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താ? റിട്ടാർഡേഷൻ തന്നിട്ടുണ്ട് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഹൈറ്റാ കാണണ്ടേ? എസ് ആ കാണണ്ടേ? ഓൾസോ നമുക്ക് യു അറിയാം. എത്രയാ? 50 മീറ്റർ പെർ സെക്കൻഡ്. ഇനി യു അറിയാം, എ അറിയാം, വി അറിയാം. സോ നമുക്ക് എസ് ആ കാണണ്ടേ? ഏത് ഇക്വേഷൻ? ടി അറിയില്ല. ടി അറിയില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ 2 ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ 2 ടി ഉണ്ട്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്, ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മൂന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിൽ ടി ഇല്ല. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി എത്രയാ? 0 സ്ക്വയർ എത്രയാ? 0. യു സ്ക്വയർ 50 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു -10 ഇൻറ്റു എസ് എത്രയാ? എസ് അറിയില്ല, എസ് ആണ് കാണാനുള്ളത്. സോ ഇസ് ഈക്വൽ ടു 2500 പ്ലസ് 2 -10 എത്രയാ? -20. സോ -20s. സോ നമ്മൾ ഈ -20s ഇങ്ങോട്ട് കൊടുത്താൽ 20s ഇസ് ഈക്വൽ ടു 2500. എസ് ഇസ് ഈക്വൽ എത്രടാ? 2500 ഡിവൈഡഡ് ബൈ 20 എത്രയാ? 125 മീറ്റർ എന്ന ആൻസർ. ന്യൂമെറിക്കൽസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, നമുക്ക് തന്ന കാര്യങ്ങളെല്ലാം എടുത്ത് എഴുതാം, എന്നിട്ട് നമ്മൾ ഇക്വേഷൻസ് ആലോചിക്കാം. ഇപ്പോൾ ടൈം ഇല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ടൈം ഉള്ളതാണ്.
അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ആലോചിക്കാം. പിന്നെ ഈ ഒരു ക്വസ്റ്റിനിൽ നമ്മൾ എന്താണ് ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് ഇടുമ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ V = 0 m/s എന്നുള്ളത് ക്വസ്റ്റിനിൽ തന്നോളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെക്കണം. മുകളിൽ അതിൻ്റെ വെലോസിറ്റി 0 ആണെന്നുള്ളത് V = 0 m/s എന്നുള്ളത് എടുത്തെഴുതാം. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. അത്രയേ ഉള്ളൂ. ഇതാണ് SCERTൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ എയറും വാട്ടറും തമ്മിലുള്ള ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ് നമ്മൾ യൂസ് ചെയ്ത് 48.6 ആണ്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുക, ടെക്സ്റ്റ് ബുക്കെല്ലാം വായിക്കുക. പിന്നെ ന്യൂമറിക്കൽസ് എല്ലാം എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.